കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ കാണാനാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് അധികാര തുടർച്ച നേടിയ ഇടതുപക്ഷം വീണ്ടും മറ്റൊരു ചരിത്രം കുറിച്ച് മൂന്നാം ഊഴത്തിനായി ജനവിധി തേടുകയാണ്. 10 വർഷത്തോളം അധികാരത്തിന് പുറത്തുനിന്ന UDF എങ്ങനെയും ഇക്കുറി അധികാരം പിടിച്ചില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്ന് തിരിച്ചറിഞ്ഞുള്ള പോരാട്ടത്തിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണവും പിടിച്ച ആത്മവിശ്വാസത്തോടെയാണ് BJPയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആരാകും ഇക്കുറി കേരളത്തിന്റെ അധികാര സോപാനമേറുക എന്നറിയാൻ ജനങ്ങളിലും ആകാംക്ഷയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവത്കരിക്കപ്പെട്ട സമൂഹമെന്നാണ് മലയാളികൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പും മലയാളികൾക്ക് ആഘോഷമാണ്. ആ ആഘോഷത്തിനിടയിലും നെഞ്ചിൽ പേറ്റുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഓർത്താണ്. അതുകൊണ്ട് കൂടിയാകണം ആരായിരിക്കും അടുത്ത തവണ ഭരണത്തിലേറുക എന്ന ചർച്ചകൾ വളരെ മുന്നേ തന്നെ സജീവമായതും. ഈ ചോദ്യത്തിന് ഉത്തരം തേടി വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ വളരെ മുന്നേ തന്നെ കളത്തിലിറങ്ങുകയും ചെയ്തു. വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും സർക്കാരുകളെ മാറ്റി പരീക്ഷിച്ചിരുന്ന കേരള ജനത കഴിഞ്ഞ തവണ ആ ശീലം മാറ്റിയിരുന്നു. ഇപ്പോഴിതാ 2 ടേം പൂർത്തിയാക്കിയ ഒരു മുന്നണിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിനും മലയാളികൾക്ക് മടിയില്ല എന്ന സൂചനകളാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ നൽകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സർവേകളെല്ലാം ഇടകീറി പരിശോധിച്ചാൽ LDFന്റെ തുടർ ഭരണത്തിനാണ് കേരളത്തിലെ വോട്ടർമാർ മുൻഗണന നൽകുന്നത്. ഓൺ മനോരമയുടെ ഏറ്റവും പുതിയ പോൾ പ്രകാരം 10 വർഷത്തെ ഭരണത്തിന്റെ തുടർച്ചയായി പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാകണമെന്ന് 49.82% പേർ ആഗ്രഹിക്കുന്നുണ്ട്. LDFനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസന പ്രതിച്ഛായ അതിനെയെല്ലാം മറികടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിഷ്പക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ മാധ്യമ സർവേകളും LDFന് തന്നെ മുൻതൂക്കം നൽകുന്നു. കേരളത്തിന്റെ മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഭരണപക്ഷത്തെക്കാൾ പ്രതിപക്ഷത്തിന് വോട്ടെടുപ്പിലും പ്രചരണത്തിലുമെല്ലാം മേൽക്കൈയുള്ളതായി കാണാനാകും. എന്നാൽ നിലവിലുള്ള സർവേകളെല്ലാം 10 വർഷത്തെ ഭരണം ഇടതുമുന്നണിക്ക് മത്സരരംഗത്ത് നൽകുന്ന വ്യക്തമായ മുൻതൂക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദശകത്തിൽ കേരളത്തിലുണ്ടായ മാറ്റം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തന്നെ പ്രകടമാണ്. തടസ്സപ്പെട്ട് കിടന്നതോ ഉപേക്ഷിച്ചതോ ആയ പല പ്രധാന പദ്ധതികളും LDF സർക്കാർ പൂർത്തിയാക്കുകയോ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്തു. ദേശീയപാത വികസനം തന്നെ ഇതിനുദാഹരണം. NH 66ന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ LDF സർക്കാർ 5580 കോടി രൂപയാണ് ചിലവഴിച്ചത്. സംസ്ഥാനത്തുടനീളം പുതിയ പാലങ്ങളും ആശുപത്രികളും സ്കൂളുകളും ഉയരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ലൈഫ് മിഷൻ ഭവന പദ്ധതി ഈ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഏതായാലും കേരളവും കേരള രാഷ്ട്രീയവും ഒരു വഴിത്തിരിവിലാണ് എന്ന് തന്നെ പറയാം. വോട്ടർമാർ ഒരു സുസ്ഥിര സർക്കാരിനെ പിന്തുണയ്ക്കുമോ അതോ ചിതറിപ്പോകും വിധത്തിലുള്ള വിധിയെഴുത്തുണ്ടാകുമോ എന്നതാണത്. വികസനം നിലനിർത്താൻ വ്യക്തമായ ജനവിധി വേണമെന്നാണ് LDF ആവശ്യപ്പെടുന്നത്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം വളർച്ചയും സാമൂഹിക സ്ഥിരതയും കൊണ്ടുവന്നുവെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. സംസ്ഥാനം ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതായി 2025 നവംബർ 1 സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം 60 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ, സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവുമെല്ലാം ഭരണ തുടർച്ചയ്ക്കുള്ള വാദങ്ങളായി അവർ ഉയർത്തുന്നു. ഇടതുപക്ഷത്തിന് കീഴിലുള്ള കേരളത്തിന്റെ വികസനയാത്ര വേണോ അതോ വികസനത്തെ മുരടിപ്പിക്കുന്ന തൂക്കസഭ വേണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വോട്ടർമാർക്ക് മുന്നിൽ കൃത്യമായ ചോയ്സ് ഉണ്ടെന്നതിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഒരു ദശകത്തെ സുസ്ഥിര നേതൃത്വത്തിന് ശേഷം വികസനത്തിന് തുടർച്ചയ്ക്കായി LDFന് 3ാം ഊഴം നൽകാനാണ് വോട്ടർമാർ കൂടുതലായി താല്പര്യപ്പെടുന്നതെന്നാണ് ഓരോ സർവേ ഫലവും വെളിപ്പെടുത്തുന്നത്.